എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരും ചെറുകിട നേതാക്കന്മാരും ഈ സോഷ്യൽ മീഡിയയുടെ ഇത്രയും ഇൻഫ്ലുവൻസും അതുപോലെ തന്നെ CCTV സർവീലൻസും ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങൾ, അത് അവിഹിത ബന്ധങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള നീചമായ കൃത്യങ്ങൾ, ഫിനാൻഷ്യലുള്ള മാൽ പ്രാക്ടിക്സ് അല്ലെങ്കിൽ ഡ്രഗ്സ് അങ്ങനെ തുടങ്ങിയ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ, ഇന്ത്യ രാജ്യത്ത് സ്വകാര്യമായിട്ട് ചെയ്യാൻ അവകാശം ഉണ്ടെങ്കിലും നിങ്ങൾ പബ്ലിക്കിൽ സോഷ്യൽ ഓഡിറ്റിന് വിധേയരാകുന്ന ആളുകളാണ്. അപ്പം നിങ്ങൾ ഈ വിഷയത്തിൽ രാഷ്ട്രീയ എല്ലാ പാർട്ടികളും ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥാവിശേഷമാണ് ഇന്നത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ പറയാം. അദ്ദേഹത്തിന് അനുകൂലിച്ചോ അദ്ദേഹത്തിന് പ്രതികരിച്ചോ സംസാരിക്കുകയല്ല, അതിൻ്റെ ആവശ്യവുമില്ല. അതൊക്കെ കോടതിയും മറ്റു നിയമകാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീ പോസ്റ്റിൽ നിന്ന് രാജിവെക്കേണ്ട അവസ്ഥ വരുമ്പോൾ, അപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അതില്ലാത്ത ആളുകൾക്ക് ഇങ്ങനെ ആരോപണവും വരുന്നില്ലല്ലോ. ഇവിടെ രണ്ട് പ്രത്യേകമായിട്ടുള്ള കാര്യം അതാണ്. അത് അദ്ദേഹം ഉണ്ടാവണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് അങ്ങനെ എന്തോ ഒരു ചലനം ഉണ്ടായിട്ടുണ്ടാവും. അത് യെസ് ഓർ നോ അല്ലെങ്കിൽ ശരിയാണോ തെറ്റാന്നല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതില്ലാത്ത ആളുകളെ ശുദ്ധരായിട്ടും വളരെ നല്ലവരായിട്ടും ജനങ്ങൾ കാണുന്നുമുണ്ട്. നമുക്കറിയാം, ചില പാർട്ടിയിലെ ലീഗിലെ നമുക്ക് കുറഞ്ഞ ആളുകൾ, നമുക്ക് കളങ്കമില്ലാത്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റിലുണ്ട് കളങ്കമില്ലാത്ത ആളുകൾ, കോൺഗ്രസ്സിലുണ്ട് നല്ല സൂപ്പർ ആൾക്കാർ. മറ്റുള്ള പാർട്ടികളിലും ഇതുപോലെ നല്ല നല്ല വ്യക്തികൾക്ക് എപ്പോഴും നല്ലത് തന്നെയാണ് പേര്. മറ്റുള്ള ആളുകൾ ഇപ്പോൾ ഇത്രയും ഒരു ട്രാൻസ്പെറൻറ്റ് വേൾഡിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്ന് ഓർമ്മ. അതുപോലെ തന്നെ നേതാക്കന്മാർ, സീനിയർ നേതാക്കന്മാർ ഇത്തരം പ്രശ്നങ്ങൾക്ക് വരുമ്പോൾ അതിന് മുമ്പ് തന്നെ അത്രയും ആളുകൾ ഒബ്സർവ് ചെയ്ത് തൽസ്ഥാനത്ത് നീക്കം ചെയ്ത പാർട്ടി രക്ഷപ്പെടും. ഇത് പാർട്ടി തന്നെ പ്രതിരോധം, ലക്ഷക്കണക്കിന് അണികളുള്ള പാർട്ടികൾ ഒരു വ്യക്തിയെ കൊണ്ട് പ്രതിരോധത്തിലാവുന്ന അവസ്ഥ, ഈ അവസ്ഥ വിശേഷം ഇല്ലാതിരിക്കാൻ നിങ്ങളുടെ വളർന്നു വരുന്ന തലമുറകളെ ഈ മൂല്യബോധവും അതുപോലെ തന്നെ ജനങ്ങൾക്ക് സത്യസന്ധമായിട്ടുള്ള ശീലങ്ങൾ ഉണ്ടാക്കുന്ന നേതൃത്വത്തിൽ വരാൻ പാടുള്ളൂ എന്നുള്ള കർശന നിയമം വേണം. എന്നാലേ ഇതിനൊക്കെ ഒരു ആക്കം അല്ലെങ്കിൽ ഇതിനൊരു അവസാനം ഉണ്ടാവുള്ളൂ. ഇത് ആ വ്യക്തികളെ അധിക്ഷേപിക്കുക. പക്ഷേ ഈ ഇന്ത്യ രാജ്യത്ത് ഇതല്ല ഏറ്റവും വലിയ പ്രശ്നം. ഇന്ത്യൻ ജനാധിപത്യ അപകടത്തിലാണ്. ഇതിന് പോലും ഇത്ര മൈലേജ് കിട്ടുന്നില്ല. ഇത്രയും പ്രശ്നത്തിനാണ് ഭയങ്കര മൈലേജ്. അതാണ് ഇതിൽ ഏറ്റവും വലിയ അപഹാസം.